നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സിന്റെ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രേഡിംഗ് തമ്മിൽ വലിയ ഡിഫറൻസുകളുണ്ട്. അതിന് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ തന്നെയാണ്. അതായത് നമ്മളെ പോലുള്ള സാധാരണക്കാർ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ക്യാപിറ്റൽ ആയിരിക്കും. പക്ഷെ അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വലിയ ക്യാപിറ്റൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ക്യാപിറ്റൽ റിസ്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അവർക്ക് താല്പര്യം ഇല്ലാത്തൊരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് അവർ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് അവരുടെ ട്രേഡിംഗിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് അതിന് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ് ചെയ്യുക. അതായത് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്യും. അതായത് നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഒരു റിസ്ക് മാനേജ്മെന്റ് ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർ ചെയ്യുന്ന മെത്തേഡുകളാണ് ഓപ്ഷൻസ് വഴി ഹെഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വലിയ ക്യാപിറ്റൽ വെച്ച് ചെയ്യുന്ന സമയത്ത് സേഫ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇത്തരത്തിലുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കോഡിൽ ജോയിൻ ചെയ്യൂ. താങ്ക് യു.